ഹലോ എല്ലാവർക്കും വണക്കം. എന്നാണ് എല്ലാവർക്കും വിശേഷം? സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെയൊക്കെ ഒരു പരാതി തീർക്കാനാണ്. അതായത് എങ്ങനെ ഹോം മെയ്ഡ് ഹെൽത്ത് മിക്സ് അല്ലെങ്കിൽ ഹോം മെയ്ഡ് സിർലാക്ക് നമുക്ക് കുഞ്ഞുങ്ങൾക്കായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പം ഞാനത് പ്രിപ്പറേഷൻ കറക്റ്റ് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്. ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. കാരണം അത് പ്രസ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടത്തുള്ളൂ. ഇപ്പോഴും ആൾക്കാർ പരാതി പറയുന്നുണ്ട്, ചേച്ചി എനിക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല, നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് പ്രസ് ചെയ്യണമെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഹെൽത്ത് മിക്സിനെ കുറിച്ച് പറയാം. ഹെൽത്ത് മിക്സ് സിർലാക്ക്. ഈ ഹെൽത്ത് മിക്സും സിർലാക്ക് റെഡിമെയ്ഡ് സിർലാക്ക് നിങ്ങൾ വാങ്ങുകയേ ചെയ്യരുത്. ഞാൻ ഒട്ടും സപ്പോർട്ടല്ല റെഡിമെയ്ഡ് ഒരു ഫുഡ് പ്രോഡക്റ്റും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാതിരിക്കാൻ. ഇതൊക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നേ ഉള്ളൂ. അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളുടെ ബോൺസ് ഒക്കെ സ്ട്രോങ് ആകാൻ വേണ്ടി, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ നല്ല അവർക്ക് എന്താ പറയുക വെയിറ്റ് ഗെയിനിങ്ങിന് വേണ്ടിയിട്ടൊക്കെ, അവർക്ക് എല്ലാ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ വളരെ നല്ലതാണ് നമ്മുടെ ഈ ഹെൽത്ത് മിക്സ് എന്ന് പറയുന്നത്. ഈ ഹെൽത്ത് മിക്സ് നമുക്ക് ഷോപ്പുകളിൽ ഡയറക്റ്റ് റെഡിമെയ്ഡ് ഫോമിൽ കിട്ടും. നിങ്ങൾ അത് വാങ്ങരുത്. ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. റെഡിമെയ്ഡ് ഒരു പൗഡേഴ്സും കുഞ്ഞുങ്ങൾക്ക് ഫുഡ് പ്രോഡക്ട്സ് ഒന്നും വാങ്ങി കൊടുക്കാതിരിക്കുക. പിന്നെ ഹെൽത്ത് മിക്സ് കിട്ടുന്നതെന്ന് വെച്ചാൽ ഈ ഹെൽത്ത് മിക്സിന്റെ ഈ റോ ഫോമിൽ നമുക്ക് കിട്ടും. അതായത് നമ്മൾ ഈ നട്ട്സ് എല്ലാവരും കൂടെ അവർ ആ ഒരു റിയൽ ഫോമിൽ, ആ റോ ഫോമിൽ തന്നെ അവരിങ്ങനെ ചെറിയ ചെറിയ പാക്കറ്റിലായിട്ട് ഈ ഹെൽത്ത് മിക്സ് ഇങ്ങനെ ഒരു ബോട്ടിലാണ് ഹെൽത്ത് മിക്സ് നമുക്ക് വാങ്ങിയിട്ട്. ഞാനിത് ജാനു വേണ്ടി വാങ്ങിയൊരു ബോട്ടിലാട്ടോ. ഇപ്പൊ ഞാനത് മല്ലിപ്പൊടി ഇട്ട് വെച്ചേക്കുക. അപ്പൊ ഇതിനകത്ത് എന്താ വെച്ചാല് ഒരു കുഞ്ഞു പാക്കറ്റിലാക്കിയിട്ട് ഇതിനകത്ത് പറയുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും അതിലുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇത് വാങ്ങിക്കൊണ്ട് വന്ന് വീട്ടിൽ കൊണ്ടുവന്ന് അതേ ഫോമിൽ കഴുകാതെ നമുക്ക് എന്ത് ചെയ്യാം, അതെല്ലാം അതേപോലെ പൊടിക്കാതെ നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഇത് ഉപയോഗിക്കാവുള്ളൂ. കാരണം അതിനകത്തൊക്കെ പൊടികൾ ഉണ്ടാവും. നമ്മളത് കഴുകി ഒന്നെങ്കിൽ ഫ്ലോർ മില്ലിൽ കൊണ്ടേ പൊടിക്കുക. ഫ്ലോർ മില്ലിൽ പൊടിക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറയുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ മിക്സിക്ക് അതൊരു കംപ്ലൈന്റ് ആണ്. ഈ ഒരു ബദാമും സംഭവങ്ങളും എല്ലാം കൂടെ നമ്മുടെ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ. അപ്പൊ ഈ ഒരു സംഭവം നമ്മൾ ഉണ്ടാക്കുന്നത് തന്നെ ഞാനൊരു 3 മാസത്തേക്ക് നിങ്ങളോട് പറയുന്നുള്ളൂ സൂക്ഷിച്ചു വെക്കാൻ. ഒരു 3 മാസത്തേക്കുള്ള അളവിന് വെച്ചിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിശപ്പിനനുസരിച്ചിട്ടുള്ള അളവിന് ഒരു ദിവസം വേണമെങ്കിൽ 2-3 നേരം കൊടുക്കാം. 6 മാസം തൊട്ടുള്ള കുഞ്ഞുങ്ങൾക്കാണ് നമ്മൾ ഹെൽത്ത് മിക്സ് സെമി സോൾട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് നമ്മൾ ഹെൽത്ത് മിക്സ് കൊടുക്കാം. ഒരു കുഴപ്പമില്ല. അപ്പൊ എന്ത് ചെയ്യണം, എല്ലാവിധ ഗുണങ്ങളുമുള്ള സംഭവങ്ങളാണ് ഇതിനകത്തുള്ളത്. അപ്പം നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ ഇവരുടെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് ഇവർ പറയുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. പക്ഷെ നമ്മൾ മെയിനായിട്ട് ഉണ്ടാക്കുമ്പോൾ ഇതെല്ലാത്തിന്റെ ആവശ്യമില്ല. കുറച്ച് പ്രധാനപ്പെട്ടത് മാത്രം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. അത്രയും കൊണ്ട് മാത്രം നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ മതി. വളരെ എളുപ്പമാട്ടോ, ഭയങ്കര സിമ്പിൾ അത് ഉണ്ടാക്കാൻ. അപ്പൊ ഈ ഹെൽത്ത് മിക്സിൻ്റെ അകത്ത് എന്തൊക്കെ കംപ്ലീറ്റ് ന്യൂട്രീഷ്യസ് ഫുഡ് എന്നൊക്കെ പറയുന്നത് ചേരുവകൾ എന്തൊക്കെ ഒന്ന് ഇവർ പറയുന്നുണ്ട്. ബദാം പരിപ്പ്, കശുവണ്ടി പരിപ്പ്, സോയാബീൻ, ഏലക്ക, കറുവപ്പട്ട, കശകശ, വാനില പൗഡർ ഒന്നും നമുക്ക് വേണ്ട കേട്ടോ. കൽക്കണ്ടം, നിലക്കടല, പൊരിക്കടല, ചെറുപയർ, ചവ്വരി, ബാർലി, അരി, തിന, സൂചി ഗോതമ്പ്, കമ്പം എന്താന്ന് എനിക്കറിയത്തില്ല, റാഗി, ചെറിയ ചോളം, വലിയ ചോളം, എല്ലാ ചേരുവകളും നന്നായി പൊടിച്ച് അരിച്ചെടുക്കുക എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എൻ്റെ ജാനു വേണ്ടിയിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഐറ്റംസ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഒന്നാമത്തെ ഐറ്റം ഇവർ പറയുമ്പോൾ തന്നെ ബദാം മസ്റ്റാണ്. കാരണം വെയിറ്റ് ഗെയിനിന് വേണ്ടിയിട്ട് ഇവർ നല്ല ആക്റ്റീവ്, ഇവർ നല്ല സ്ട്രോങ് അവരുടെ ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ ബദാം നമ്മൾ ഒന്നെങ്കിൽ നിങ്ങൾ രാവിലെ എണീറ്റിട്ട്, ഞാൻ പറഞ്ഞല്ലോ തലേദിവസം വെള്ളത്തിലിട്ട് രാവിലെ എണീറ്റ് കുതിർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. പൊടിച്ച് നന്നായി പൊടിച്ചു കൊടുക്കണം കുഞ്ഞുങ്ങൾക്ക്. ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ഹെൽത്ത് മിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് ആവശ്യമുള്ള സാധനം 2 കശുവണ്ടി ഇപ്പം എടുത്ത് കാണിക്കാനില്ല. കശുവണ്ടി നിങ്ങൾ കാണിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ കശുവണ്ടിയും കുറച്ച് എടുക്കുക. എല്ലാം ഒരു പിടി വെച്ചെടുക്കുക. നമുക്കൊരു ഒരു പിടി പോലും വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്കൊരു 3 മാസത്തേക്ക് സംഭവം സൂക്ഷിച്ച് വെച്ചാൽ മതി. അതിന് അപ്പുറത്തേക്ക് വെക്കണ്ട. ഇവർ തന്നെ പറയുന്നുണ്ട് ഇതൊരു 6 മാസത്തേക്ക് വെച്ചാൽ മതി എന്നുള്ളത്. പിന്നെ ഇത് റെഡിമെയ്ഡ് വാങ്ങുമ്പോൾ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരു 150 രൂപയാട്ടോ. പിന്നെ എന്താ വെച്ചാൽ അടുത്തത് വേണ്ടത് നമ്മുടെ റാഗി മസ്റ്റാണ്. റാഗിയുടെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. എല്ലാം വിശദീകരിച്ച് ഞാൻ ഓവർ ആക്കുന്നില്ല. അപ്പം റാഗി ആണെങ്കിൽ തന്നെ നമ്മൾ ഇങ്ങനത്തെ ഡയറക്റ്റ് റോ ഫോമിൽ വാങ്ങിയിട്ട് നമ്മൾ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. ഒന്നാമത്തെ കാര്യം അത്. പിന്നെ റാഗിന്റെ കാര്യത്തിൽ ഒന്ന് ഞാൻ പറയട്ടെ. ഈ റാഗിന്റെ തൊലി കുഞ്ഞുങ്ങളുടെ വയറ്റിൽ പോകുന്നത് വളരെ ചില കുഞ്ഞുങ്ങൾക്ക് ഭയങ്കരമായിട്ട് വയറിന് അത് വേദന എടുക്കും, പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പൊ നമ്മൾ എന്താക്കും, ഈ റാഗി കുഞ്ഞുങ്ങൾക്ക് 1 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ഹെൽത്ത് മിക്സ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ഈ റാഗി വേണമെങ്കിൽ ഒഴിവാക്കാം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ റാഗി പൊടിക്കാൻ നേരത്തെ നമുക്ക് സ്കിന്ന് ഒഴിവാക്കി നമുക്ക് പൊടിക്കാനാവില്ല. നമ്മൾ എത്ര അരിച്ചു എന്ന് പറഞ്ഞാലും ആ സ്കിന്നും കൂടെ അതിനകത്തോട്ട് ഇറങ്ങും.
അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ റാഗി തന്നെയായിട്ട് നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തോ. തൊലിയില്ലാതെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരാം. അപ്പോൾ നിങ്ങളത് കണ്ടു നോക്ക്. അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് റാഗിയായിട്ട് ഉണ്ടാക്കി കൊടുക്കുക. ഹെൽത്ത് മിക്സിനകത്ത് നിന്ന് ഇത് ഒഴിവാക്കി നോക്കുന്നത് കുഴപ്പമില്ല. 1 വയസ്സ് കഴിഞ്ഞുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ സ്കിന്നടക്കം കൊടുത്താൽ ഒരു കുഴപ്പമില്ല കേട്ടോ. അവർക്ക് അപ്പോഴത്തേക്ക് അവരുടെ വയറൊക്കെ നല്ല ഡൈജസ്റ്റ് ആവും. മീൻസ് നമ്മൾ പുറമേ നിന്ന് കൊടുക്കുന്ന ഭക്ഷണങ്ങളൊക്കെ കഴിക്കാനായിട്ട് സെറ്റ് ആവും. അവരുടെ വയറിന്റെ ദഹനക്രിയ എന്നൊക്കെ പറയുന്നത്, ദഹന പ്രക്രിയ എന്നൊക്കെ പറയുന്നത് സെറ്റ് ആവും. അതുകൊണ്ട് പിന്നെ ഈ 1 വയസ്സ് കഴിഞ്ഞിട്ട് ഇത് തൊലി കൊടുത്താലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് വേണ്ടത് ചെറുപയർ. ചെറുപയറിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്കറിയാം, ഞാൻ പറയുന്നില്ല. ഇത് ഞാൻ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ചെറുപയറും നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ഒരു പരിപ്പ് നമുക്ക് വേണ്ടുന്നത് ഈ ഒരു പരിപ്പാണ്, ഈ ഓറഞ്ച് പരിപ്പ്. ഇതിന് മസൂർ ദാൽ എന്നാണ് ആ പാക്കറ്റിൻ്റെ പുറത്ത് എഴുതി വെക്കുക. ഇതിന് ശരിക്കും ഈ ഒരു പരിപ്പിന് എന്താ പറയുന്നത്, ഓറഞ്ച് പരിപ്പ്. ഓക്കെ, അതിൻ്റെ പേരെന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, ഈ ഓറഞ്ച് പരിപ്പ്. പിന്നെ നമുക്ക് വേണ്ടത് ഏലക്ക. ഏലക്ക എന്ന് വെച്ചാൽ അധികം വേണ്ട. നമ്മളൊരു സ്മെല്ലിനും ഒരു ടേസ്റ്റിനും വേണ്ടിയിട്ടാണ് ശരിക്കും ഏലക്ക ചേർക്കുന്നത്. ഒരു 3-4 ഏലക്ക എടുത്തിട്ട് അതിനകത്ത് ആഡ് ചെയ്താൽ മതി. ഏലക്ക കഴുകൊന്നും വേണ്ട കേട്ടോ, കാരണം സ്കിന്ന് പൊളിച്ചെടുത്ത് നമുക്ക് റോസ്റ്റ് ചെയ്യണം. അടുത്തത് വേണ്ടുന്നത് അരി. ഓക്കെ, അരി ഉണ്ടോ? അരി എടുക്കുമ്പോൾ ബ്രൗൺ റൈസ് മാത്രം എടുക്കാൻ ശ്രമിക്കുക. എന്തുകൊണ്ടെന്നാൽ വൈറ്റ് റൈസ് എന്ന് പറയുന്നത് ഒരുപാട് പ്രോസസ്സിങ്ങിലൂടെ വരുന്ന ഒരു സംഭവമാണ് നമ്മുടെ വൈറ്റ് റൈസ്. ഈ ബ്രൗൺ റൈസ് ആണല്ലോ ഡയറക്റ്റ് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പക്ഷെ ബ്രൗൺ റൈസിനെ ഇപ്പോൾ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. അപ്പോൾ എന്തോ ചെയ്യണം, ബ്രൗൺ റൈസ് നമ്മളൊന്ന് കഴുകി ഒന്ന് ഉണക്കിയെടുക്കുക കേട്ടോ. അത് നമുക്ക് മനസ്സിലായല്ലോ. ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ട് നമ്മളൊരു തുണിയിൽ വിരിച്ച് വെക്കുക. ഒരു തുണി തോർത്ത് വെച്ചിട്ട് അതിനകത്തോട്ട് ഈ റൈസ് അങ്ങ് വെച്ചാൽ മതി. റൈസ് തന്നെയല്ല, ഇതെല്ലാം കൂടെ അങ്ങനെ ഒരു തോർത്തയിൽ വെച്ചിട്ട് വെയിലത്തൊന്ന് വെച്ച് ഉണക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതെല്ലാം റോസ്റ്റ് ചെയ്യണം. ഓക്കെ, പിന്നെ നമുക്ക് ഓട്സ് വളരെ നല്ലതാണ് കുഞ്ഞുങ്ങൾക്ക്. ഞാൻ എടുത്തിരിക്കുന്നത് വൈറ്റ് ഓട്സ് ആണ്. അപ്പം നമുക്ക് വൈറ്റ് ഓട്സും ഈ ഹെൽത്ത് മിക്സ് ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന കാര്യത്തിൽ ഇത്രയും സംഭവങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പാകത്തിനുള്ളത്. നമുക്ക് ഇതിനകത്ത് എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട സംഭവങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ കശുവണ്ടി പരിപ്പ് നിങ്ങൾ ആഡ് ചെയ്തുകൊള്ളുക. പിന്നെ നമ്മുടെ നിലക്കടല നല്ലതാണ്. അപ്പം നിങ്ങളത് വറുത്തിട്ടുള്ളത് തന്നെ വാങ്ങണമെന്നില്ല. വറക്കാത്തത് വാങ്ങി നമ്മൾ എന്തായാലും ഇതെല്ലാം റോസ്റ്റ് ചെയ്യുന്നുണ്ട്. റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതും കൂടെ റോസ്റ്റ് ചെയ്ത് എടുത്തേച്ചാൽ മതി. പിന്നെ സൂചി ഗോതമ്പ് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ സൂചി ഗോതമ്പും കൂടെ വാങ്ങാം. കിട്ടും, നമ്മുടെ ഷോപ്പുകളിലൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ സൂചി ഗോതമ്പ് വാങ്ങി അതും കഴുകി വെയിലത്ത് വെച്ച് നമ്മുടെ ഈ തുണിയിൽ വെച്ച് ഉണക്കിയെടുക്കുക കേട്ടോ. പിന്നെ ചോളം നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ മാത്രം മതി, നിർബന്ധമൊന്നുമില്ല. ചോളവും നമ്മളെല്ലാം റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത്രയും ഐറ്റംസ്, ഞാൻ ഈ പറഞ്ഞ ഐറ്റംസ് ഒക്കെ എന്തൊക്കെയാണ് നിങ്ങൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടി നമ്മുടെ എന്താ പറയുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്നുള്ളത് ഞാൻ എഴുതിയേക്കാം. ഇനി ഇത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. ഈ സംഭവങ്ങളെല്ലാം നമ്മൾ കഴുകി ഒന്ന് ഉണക്കിയെടുക്കുമല്ലോ. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുമ്പം നിങ്ങൾ 1 വയസ്സിന് ശേഷമുള്ള കുഞ്ഞുങ്ങൾക്ക് റാഗിയും കൂടെ ആഡ് ചെയ്യാവുള്ളൂ. റാഗിയും നമ്മുടെ ഓട്സും വേറെ സെപ്പറേറ്റ് ആയിട്ട് റോസ്റ്റ് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ ഈ ബദാമിൻ്റെ കൂടെയും ഈ നിലക്കടലയുടെ കൂടെയും അരിയുടെ കൂടെയും പരിപ്പിൻ്റെ കൂടെയും ഒന്നും വെച്ചിട്ട് ഇത് റോസ്റ്റ് ചെയ്യരുത്. കാരണം വെച്ചാൽ ഇതിനധികം റോസ്റ്റ് ചെയ്യേണ്ട സമയം പെട്ടെന്ന് ആവശ്യമില്ല. അപ്പോൾ ഈ സമയം വളരെ കുറച്ച് മതി. അപ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോൾ 2 സെക്ഷനായിട്ട് ചെയ്യണം. ഒന്ന് ബദാം, പിന്നെ നമ്മുടെ ഈ ചെറുപയർ, അരി, പിന്നെ നമ്മുടെ ഈ നമ്മുടെ ഈ പരിപ്പ്, നിലക്കടല, പിന്നെ സൂചി ഗോതമ്പ്, ഈ പറയുന്ന ഐറ്റംസ് ഒക്കെ ഞാൻ ഈ പറയുന്ന ബാക്കി റാഗിയും ഓട്സും ഒഴിച്ചിട്ടുള്ള ബാക്കി ഐറ്റംസ് ഒക്കെ നിങ്ങൾ ആദ്യം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അത് കുറച്ചധികം നേരം റോസ്റ്റ് ചെയ്യണം. ഏകദേശം ഒന്ന് റോസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ എണ്ണയ്ക്കകത്തിട്ടൊന്നുമല്ല, ഒരു പാൻ എടുത്തിട്ട് അടുപ്പിൽ വെച്ചിട്ട് ഗ്യാസിന് മുകളിൽ വെച്ചിട്ട് അത് ചൂടാകുമ്പം ജസ്റ്റ് ഒന്ന് നന്നായി ഒന്ന് റോസ്റ്റായിട്ട് വരണം. ഇനി ഒന്നും കൂടെ പറയാം, ഇത് റോസ്റ്റ് ആയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, റോസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഞാനിതൊന്നും റോസ്റ്റ് ചെയ്തിട്ടില്ല. കാരണം വെച്ചാൽ ഞാൻ ഇതൊക്കെ ഡയറക്റ്റ് ഫോമിൽ വാങ്ങി കഴുകി ഉണക്കി ഡയറക്റ്റ് ഫ്ലോർ മില്ലിൽ കൊണ്ടുപോയി, വീട്ടിൽ മില്ലുണ്ട്, അവിടുന്ന് ഞാൻ പൊടിച്ചെടുക്കുക ചെയ്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് മിക്സിക്കകത്ത് തന്നെ ഇട്ട് അടിക്കണം എന്നാണ് നിർബന്ധമെങ്കിലും മിക്സിക്കകത്ത് അടിക്കാം. പക്ഷേ മിക്സിക്ക് ഒരു കംപ്ലൈൻറ്റ് ആണ്, അത് നമ്മുടെ ജാറൊരു കംപ്ലൈൻറ്റ് ആണ്. അതുകൊണ്ടാണ് അതിനകത്ത് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞത്. റോസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഒന്നും കൂടെ നമുക്ക് പൊടിച്ചെടുക്കാൻ എളുപ്പമാണ്. മീൻസ് മിക്സിയിലൊക്കെ ഇട്ട് പൊടിക്കുവാണെങ്കിൽ പൊടിയാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് ഇത് റോസ്റ്റ് ചെയ്യാൻ പറയുന്നത്. കാരണം നമ്മൾ റോസ്റ്റ് ചെയ്തില്ലെങ്കിൽ നമ്മളിത് റോസ്റ്റ് ചെയ്യാണ്ട് പച്ചക്കുള്ള ഫോമിൽ തന്നെ നമ്മൾ കഴുകി ഉണക്കി നമ്മൾ വെയിലത്തിട്ട് ഉണക്കി സംഭവം പൊടിച്ചെടുത്താലും നമ്മൾ പിന്നെ വേവിച്ചിട്ടല്ലേ കുഞ്ഞും കൊടുക്കുന്നത്, വെള്ളമൊക്കെ ഒഴിച്ചെടുത്ത് കുറുക്കാക്കിയിട്ടല്ലേ കൊടുക്കുന്നത്. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല, ഡയറക്റ്റ് ഫോമിൽ തന്നെ കൊടുക്കാം. കാരണം നമ്മൾ മുത്താറിയൊന്നും ഒരിക്കലും റോസ്റ്റ് ചെയ്തിട്ടല്ല കുഞ്ഞുങ്ങൾക്ക് അരച്ചു കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ, നിങ്ങളുടെ സൗകര്യം പോലെ ഞാനിപ്പോൾ നിലവിൽ ഉണ്ടാക്കി കാണിക്കാം എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്, എങ്ങനെ റോസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത് അന്ന് പൊടിച്ച് ആ ഫോമിലും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, ഇതിപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ നമ്മൾ അതിനകത്തോട്ട് ഒരു പിടുത്തം
നമുക്ക് ഓവർ വേണ്ട. എല്ലാം ആദ്യം ചെറുപയർ ഞാൻ പറഞ്ഞത് ഞാൻ കഴുകി ഉണക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഒരു ഏകദേശം ഒരു ഇത്രയും മതിയാവും. കാരണം ഇതെല്ലാം ഓക്കെ ഇത് മതി. ഒരുപാടാകുമ്പോഴത്തേക്കും നമുക്കിത് ആകെ 3 മാസത്തേക്കല്ലേ വേണ്ടു. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ നന്നായി കഴിക്കുന്ന മക്കളാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ആഡ് ചെയ്യാം. വിശപ്പ് കുറവുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ അത്രയും മതി. ബദാം ആണെങ്കിൽ തന്നെ നമുക്കിതാ ഇത്ര എടുക്കാം കേട്ടോ. 2, 4, 6, 8, 10, 12 ഒരു 10-15 ഉണ്ട് ഇത്. ഓക്കെ, ബദാം ഇത്ര എടുക്കുക. പിന്നെ നമ്മുടെ പരിപ്പ്, ഈ പരിപ്പ് കഴുകണ്ട കേട്ടോ. പരിപ്പ് കഴുകാണ്ട് തന്നെ ഇട്ടാൽ മതി, ഒരു കുഴപ്പമില്ല. പിന്നെ നമ്മുടെ അരി. ഇപ്പം നിലവിൽ എൻ്റെ അടുത്തുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നിങ്ങളെ ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. അരിയും കഴുകി ഞാൻ ഉണക്കി വെച്ചതാട്ടോ ഇപ്പം ഇത് ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ റാഗിയും ഓട്സ് നമ്മൾ ഇത് റോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ആദ്യത്തെ സെക്ഷനിൽ നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പം എന്തൊക്കെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് നിലക്കടല, കശുവണ്ടി നിങ്ങൾ ആഡ് ചെയ്യുക. കശുവണ്ടിയൊക്കെ വാങ്ങണം കേട്ടോ. കശുവണ്ടി നിങ്ങൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക, നിലക്കടല ആഡ് ചെയ്യുക, സൂചി ഗോതമ്പും ആഡ് ചെയ്യുക. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഈ ഒരു സെക്ഷനിലോട്ട് ആഡ് ചെയ്താൽ മതി. തീ ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചേച്ചാൽ മതി. ഇതൊന്ന് ജസ്റ്റ് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇത് റോസ്റ്റ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല, ഞാൻ നിങ്ങളോട് ഒന്നുകൂടെ പറയുന്നു. കാരണം ഇത് റോസ്റ്റ് ചെയ്യുവേ വേണ്ട. ശരിക്കും പറഞ്ഞാൽ ഞാൻ പച്ചയ്ക്കാണ് തന്നെ, അതായത് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി അത് മില്ലിൽ കൊണ്ടിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ മില്ലിൽ കൊണ്ട് പൊടിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതും കണ്ടു നോക്കുക. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു പണിയാണ്. നമുക്കിത് റോസ്റ്റ് ചെയ്യൽ ഒരു കുഴപ്പമില്ല, റോസ്റ്റ് ചെയ്തില്ലെന്ന് ഓർത്തുകൊണ്ട്. പിന്നെ റോസ്റ്റ് ചെയ്യൽ എല്ലാവരുടെയും ഒരു സമാധാനത്തിന് ഞാൻ റോസ്റ്റ് ചെയ്ത് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഓപ്ഷനിൽ മാത്രം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ഇങ്ങനെ ആക്കിയെടുക്കുക. ജസ്റ്റ് ഒന്ന് ചൂടായച്ചാൽ മതി. ഒന്ന് നമ്മൾ കൈ കൊണ്ട് പിടിക്കാൻ നേരത്ത് ഒന്ന് വറന്ന് കിട്ടണം. കാരണം ശരി വേഗം പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിത് റോസ്റ്റ് ചെയ്യുന്നത്. അല്ലാണ്ട് ഇതുകൊണ്ട് വേറെ ഒരു പ്രത്യേകിച്ച് ഒരു ഗുണമില്ല. പിന്നെ ഇത് നമ്മൾ ഫൈൻ പൗഡർ ആക്കിയതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ മിക്സിയിലിട്ട് പൊടിച്ചെടുത്ത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കുറുക്കായിട്ട് ഉണ്ടാക്കി കൊടുക്കുമല്ലോ. കുറുക്കായിട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമ്മൾ അതിനകത്തോട്ട് കുറച്ച് നമ്മുടെ കിസ്മിസ് ഇല്ലേ, നമ്മുടെ വെള്ളമുന്തിരി ഞാൻ കാണിച്ചു തരാം. നമുക്കത് ഉണക്കമുന്തിരി, ഈ ഒരു വെള്ളമുന്തിരി കാണിച്ചു തരാം. ഇത് കണ്ടോ, ഈ ഒരു വെള്ളമുന്തിരി നിങ്ങൾ ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഉണ്ടാക്കുന്ന നേരത്ത് പ്രിപ്പറേഷൻ ടൈമിൽ, ഇത് പൊടിക്കുന്ന നേരത്തല്ല, കുറുക്ക് ഉണ്ടാക്കാൻ നേരത്ത് പിന്നെ വെള്ളമുന്തിരി ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കുഞ്ഞുങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷനൊക്കെ മാറി കിട്ടാനൊക്കെ വെള്ളമുന്തിരി സഹായിക്കും. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് ഡേറ്റ്സ് ആഡ് ചെയ്യാം. ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിയ ഡേറ്റ്സും ഈ കുറുക്കിനൊക്കെ ആഡ് ചെയ്താൽ പിന്നെ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. അത്രയ്ക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് പിള്ളേർ കഴിക്കുന്നത് തന്നെ. ഇതിപ്പോൾ സംഭവം റോസ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ ബദാം ഒന്ന് കടിച്ചു നോക്കട്ടെ. യെസ്, ഇത് മതി. നമ്മൾ കൂടി പോയാൽ ഒരു 5 മിനിറ്റ് റോസ്റ്റ് ചെയ്താൽ മതി എല്ലാം കൂടെ. അപ്പം ഇതിന് ഞാൻ അങ്ങോട്ട് പറഞ്ഞല്ലോ, നമ്മുടെ എന്താ പറയുക, റാഗിയും ഓട്സും സെപ്പറേറ്റ്, അതായത് അതിനധികം ചൂട് ആവശ്യമില്ലാത്തതുകൊണ്ട് സെപ്പറേറ്റ് ആക്കണത്. അതങ്ങനെ സെപ്പറേറ്റ് ആക്കിയില്ലെന്നോർത്തും കുഴപ്പമില്ല. കാരണം ഇതിൻ്റെ എൻഡിങ് ആകുമ്പം തീ ഒന്ന് കുറച്ച് വെക്കുക. എന്നിട്ട് ഇതിനകത്തോട്ട് കുറച്ച് റാഗി, ഞാൻ പറഞ്ഞില്ല ഒരു വയസ്സാകാത്ത കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ റാഗി നിങ്ങൾക്ക് ഇതിൽ നിന്ന് സ്കിപ്പ് ചെയ്യാം. പിന്നെ 1 വയസ്സായ കുഞ്ഞുങ്ങൾ തൊട്ടാണ് റാഗിയുടെ സ്കിൻ, അത് വയറിൻ്റെ വേദന ഓർത്തിട്ടാണ് ഞാൻ പറയുന്നത്. നമുക്ക് കുറച്ച് ഓട്സും, വൈറ്റ് ഓട്സ് ആണേ ഞാൻ എടുത്തിരിക്കുന്നുണ്ടോ, ഇച്ചിരി ഓട്സും കൂടെ. കൈ പുള്ളി. അപ്പം ഓട്സും വെച്ചു. ഏലക്ക റോസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ എല്ലാം കൂടി ആയല്ലോ. ഇതാ ഏലക്കൊക്കെ നമ്മൾ പൊടിക്കാൻ നേരത്തെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. അതൊരു ചെറിയ സ്മെല്ലിന് വേണ്ടിയിട്ട് അതിനകത്ത് ഇതങ്ങ് പൊടിഞ്ഞോളും. ഏലക്കയുടെ തൊലി പൊളിച്ചിട്ട് വേണം ഇടാനേ, തൊലി ഇട്ടേക്കല്ലേ. ഇതെല്ലാം കൂടെ നമ്മുടെ ഓട്സും റാഗിയും എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. നമുക്ക് ഓവർ ചൂടിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇതാ നമ്മുടെ സംഭവമല്ല, നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കും. ഞാൻ പറഞ്ഞത് റോസ്റ്റ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. വേണ്ടുന്നവർക്ക്, നിർബന്ധമുള്ളവർക്ക് മാത്രം റോസ്റ്റ് ചെയ്താൽ മതി. പിന്നെ നിങ്ങളോട് എനിക്കൊരു എക്സ്ട്രാ ഒരു കാര്യം പറഞ്ഞു വെച്ചാൽ, നിങ്ങളുടെ അടുത്ത് സൺഫ്ലവർ സീഡ് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടുകയാണ്. ഇതാണ് സൺഫ്ലവർ സീഡ്. ഇതിങ്ങനെ ഒരു പാക്കറ്റിൽ നമുക്കിങ്ങനെ വാങ്ങാൻ കിട്ടുവാണെങ്കിൽ കുറച്ച് സൺഫ്ലവർ സീഡ് കുഞ്ഞുങ്ങൾക്ക് നല്ലതാണ് കേട്ടോ.
എല്ലാം കൊണ്ടും അവർക്ക് നല്ലതാണ് ആരോഗ്യപരമായിട്ട്. നമ്മൾ അതിൻ്റെ സ്കിന്ന് നമ്മളിങ്ങനെ പൊളിച്ചിട്ട് ഒരു കുഞ്ഞ് സാധനമുള്ളൂ അതിൻ്റെ ഉള്ളിൽ. സംഭവം ചെറുതാണെങ്കിലും നമ്മൾ നത്തൽ മീൻ സംഭവം ചാടിപ്പോയോ സംഭവം ചെറുതാണെങ്കിലും അതിന് ഗുണങ്ങൾ കൂടുതലെന്ന് പറയുന്നത് പോലെ ഇതാണ് സൺഫ്ലവർ സീഡ് എന്ന് പറയുന്നത്. ഇത് കുഞ്ഞുങ്ങൾക്ക് വളരെ നല്ലതാണ്. കുഞ്ഞുങ്ങൾക്ക് നല്ല, നമ്മൾ ഗർഭിണികൾക്ക് നമ്മളെല്ലാവർക്കും നല്ലതാണ്. കുഞ്ഞുങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി ഒക്കെ നന്നായി കിട്ടുമെന്നാണ് പറയുന്നത് ഈ സൺഫ്ലവർ സീഡ് കഴിച്ച് കഴിഞ്ഞാൽ. അപ്പം ഇത്രയും സംഭവങ്ങൾ കുറച്ച് സൺഫ്ലവർ സീഡ് കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ഇപ്പോൾ നിലവിൽ നിലക്കടലയില്ല, കാഷ്യൂ ഇല്ല. നിങ്ങൾ അതും കൂടെ ആഡ് ചെയ്യുക. നമ്മളിതെല്ലാം കൂടി ഇനിയൊരു ജാറിലിട്ട് പൊടിച്ചെടുക്കണം. ഓക്കെ, ഇപ്പം ഞാൻ എന്താ ഒരു ജാറെടുത്തു. നമ്മൾ ജാറെടുക്കുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ചൂടുണ്ട്, ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും വെള്ളം പാടില്ല കേട്ടോ. അതിനകത്ത് വെള്ളം ഒരു തുള്ളി പോലും പാടില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ വെള്ളം നനവോട് കൂടിയിട്ടുള്ള പൊടിയാണെങ്കിൽ വേഗം അതിനകത്ത് പൂപ്പൽ കയറി പിടിക്കും. അപ്പോൾ നമ്മൾ പൊടി എടുക്കുമ്പോഴാണെങ്കിൽ തന്നെ അതിനകത്ത് അടച്ചുറപ്പുള്ള ടിന്നിനകത്ത് നമ്മൾ പൊടിച്ചിട്ട് ഇട്ട് വെക്കാവുള്ളൂ. പിന്നെ നനവും പാടില്ല, നനഞ്ഞ സ്പൂണൊന്നും ഇടാനും പാടില്ല. അത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക. നമ്മളിനി ഇട്ടു, നമ്മൾ പൊടിക്കാൻ പോവാം കേട്ടോ. നമ്മുടെ ഹെൽത്ത് മിക്സ് പൗഡർ റെഡി ആയിട്ടുണ്ട് സംഭവം. അതിനി തുറന്ന് നമ്മൾ ടിന്നകത്തോട്ട് വെക്കുക. ഇതിപ്പോൾ ഞാൻ ടിന്നകത്തോട്ടൊന്നും വെക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ തന്നെ ഇത് ഉണ്ടാക്കി കൊടുക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല, കാരണം ശരിക്കും എനിക്ക് ഹെൽത്ത് മിക്സ് പൊടീൻ്റെ ആവശ്യമില്ല. കാരണം അവൻ ഇതെല്ലാം ബദാമും കാഷ്യൂ അല്ലാണ്ടൊക്കെ തന്നെ തിന്നുമല്ലോ. മുതിർന്ന കുട്ടിയായല്ലോ, ഇത് 2 വയസ്സായില്ലേ. ഇപ്പം ഇത് നമ്മൾ ഇതാണ് നമ്മുടെ ഹെൽത്ത് മിക്സ് പൗഡർ. കണ്ടല്ലോ. ഇനി ഹെൽത്ത് മിക്സ് പൊടിക്കാൻ അറിയത്തില്ല എന്ന് ആരും പറയരുത്. ഇതിനി കുറുക്ക് പോലെ ആക്കുക. അതായത് നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് പനകൽക്കണ്ട ഇട്ട് നമ്മൾ സാധാ കുറുക്കാക്കൂലേ എന്ന് പറയുന്ന പോലെ കുറുക്കാക്കി ഇച്ചിരി വെള്ളം ഒഴിച്ച്, ഇനി 1 വയസ്സ് കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്കാണ് നിങ്ങൾക്ക് പാലൊഴിക്കാം. അല്ലാത്ത കുഞ്ഞുങ്ങൾക്ക് വെള്ളം ഒഴിച്ച് പനകൽക്കണ്ടം ഇട്ട്, പനകൽക്കണ്ടം നിർബന്ധമില്ല, ഡേറ്റ്സ് ഇടുവാണെങ്കിൽ ഡേറ്റ്സിൻ്റെ കൂടെ ഗുണം കിട്ടിക്കോളും. ഡേറ്റ്സ് ഇടുക. കുറച്ച് നമ്മുടെ വെള്ളം മുന്തിരി ഡ്രൈ ഫ്രൂട്ടില്ലേ, അത് കിസ് അതും കൂടെ ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്, നമ്മൾ ഹെൽത്ത് മിക്സ് റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ എല്ലാവരും. അപ്പോൾ എല്ലാവരും ഹെൽത്ത് മിക്സ് ഉണ്ടാക്കിയത് കണ്ടല്ലോ. ഇതാ നമ്മുടെ ഹെൽത്ത് മിക്സ് പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്നുകൂടെ പറയുന്നു, ഇത് മാക്സിമം ഒരു 3 മാസത്തോളം വെച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ ഇത് ക്വാണ്ടിറ്റി ഇപ്പോൾ ഞാൻ അത്രയും എടുത്തതിൻ്റെ ക്വാണ്ടിറ്റി അല്ല ഇത്രയും കേട്ടോ. ഇതിൻ്റെ ഇരട്ടിയും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഹാഫായിട്ട്, കാരണം എൻ്റെ ജാറിനകത്ത് കംപ്ലീറ്റ് കൊള്ളൂല. അപ്പോൾ ഞാൻ അതിൻ്റെ ഹാഫ് മാറ്റി വെച്ചു. അതിൻ്റെ ഹാഫ് മാത്രമേ എടുത്തുള്ളൂ. അതാണ് ഇത്രയും, ഈ ഒരു പാത്രത്തിൽ ഇത്രയും നിങ്ങൾ കണ്ടത്. ഇതൊരുപാടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ആൾക്ക് കഴിക്കാനുണ്ട്, നമുക്ക് കഴിക്കാം, മുതിർന്നവർക്ക് കഴിക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പനകൽക്കണ്ടവും കൂടെ ഒന്ന് കഴുകി ഉണക്കി അതും കൂടി ഇതിനകത്ത് ചേർത്ത് വേണേൽ പൊടിക്കാം. അപ്പോൾ ആ ഒരു ചെറിയ മധുരം ഉണ്ടായിക്കോളും. പിന്നെ നിങ്ങൾ മധുരമായിട്ട് ചേർക്കേണ്ട കാര്യമില്ല, ഡേറ്റ്സ് ആയിട്ട് ഇട്ടാൽ മതി. പക്ഷെ ഞാനത് ചേർക്കാത്ത എന്താ വെച്ചാൽ നമ്മൾ ആ മധുരം നോക്കിയിട്ട് പനകൽക്കണ്ട ഇട്ടേച്ചാൽ മതിയല്ലോ ഉണ്ടാക്കാൻ നേരത്തെ, കുറുക്കാക്കാൻ നേരത്തെ. അതുകൊണ്ടാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾ എല്ലാവരും കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഇനി ആരും ഷോപ്പിൽ പോയിട്ട് ഹെൽത്ത് മിക്സ് ഒന്നും വാങ്ങണ്ട. റെഡിമെയ്ഡ് പൗഡേഴ്സും സെറിലാക്ക് ഒന്നും കൊടുത്തേക്കരുത് ആരും. അപ്പോൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. നല്ല ഇമ്മ്യൂണിറ്റി പവർ, രോഗപ്രതിരോധ ശേഷി അവർക്ക് നല്ല, അവരുടെ എല്ലൊക്കെ നല്ല സ്ട്രോങ് ആവാനും പിന്നെ എന്താ നല്ല വെയിറ്റ് ഗെയിനിങ്ങിനൊക്കെ അടിപൊളിയായിട്ടുള്ള സംഭവമാണ്. നിങ്ങളെല്ലാവരും കൊടുക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ, ബൈ.